നിസ്സാരപ്പെടുത്തി സംസാരിച്ച ഓരൊറ്റ വാക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് സലഫി വീണതല്ലേ, ഫിത്നക്കാര് വല്ലതും പറഞ്ഞതല്ലാതെ എന്റെ വാക്ക് വരെ കാണിക്കാൻ കഴിഞ്ഞോ, എഴുതിയത് കാണിക്കാൻ കഴിഞ്ഞോ? ഞങ്ങളതല്ലേ ചോദിച്ചത്. മഹാനായ കാന്തപുരം ഉസ്താദ് മലപ്പുറത്ത് നിന്ന് വെല്ലുവിളിച്ചില്ലേ, പാണക്കാട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ചെയ്തിനെ ഞങ്ങൾ എപ്പോഴെങ്കിലും നിസ്സാരപ്പെടുത്തിയത് ആർക്കെങ്കിലും ചൂണ്ടിക്കാൻ കാണിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഉസ്താദ് വെല്ലുവിളിച്ചില്ലേ? ഞങ്ങളെന്ത് പറയുന്നു എന്ന് ഞങ്ങളിൽ നിന്നല്ലേ കേട്ട് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് നാളെ പറയാം. ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പിച്ചനക്കാരും ഫസാദുകാരുമായി യഹൂദികളെ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്ന കക്ഷികൾ അവരെ പിന്തുടർന്ന് ജീവിച്ചാൽ അന്ത്യനാളിൽ കൈകടിക്കേണ്ടി വരും. റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ വഴിതെങ്കിലും സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖിയാമത്ത് നാളിൽ കഥാ കേട്ട് പറയേണ്ടി വരും. ഞാൻ ഇന്നവനെ അബ്ദുൽ ഖാദിർ മൗലവിയെ, മുജാഹിദ് ബാലുശ്ശേരിയെ, ഉമർ മൗലവിയെ, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന, ആരിന്റെ പേരിൽ കള്ളം പറയുന്ന ഈ മൗലവിമാരെ സ്വീകരിച്ചവൻ അവിടുന്ന് കൈകടിച്ചുകൊണ്ട് പറയുന്ന വാക്കല്ലേ. ഞാൻ ഇന്ന ഒരു മനുഷ്യനെ അതാ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഖുർആനിലേക്ക് വന്നു കിട്ടിയതിന് ശേഷം ആ ഖുർആനിൽ നിന്ന് എന്നെ പിഴപ്പിച്ചവനല്ലേ അവൻ. ഒരു സഹായത്തിനും ഉണ്ടാകൂല. അവിടെ നമ്മൾ ശൈത്താന്റെ ആളുകളും ഒരു സഹകരണത്തിനും ഉണ്ടാകൂല. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ജനങ്ങൾ ഖുർആൻ കൈയൊഴിച്ചവരാണെന്ന് റസൂലുള്ള കംപ്ലൈന്റ് പറയുന്ന സമയം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണ് 4 പ്രമാണം പറഞ്ഞത്. ഖുർആൻ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നബിയിൽ നിന്നുള്ള റിപ്പോർട്ട് മാത്രമേ തീരാകൂ. തള്ളിയത് ഈ വാദം ഉന്നയിക്കുന്ന നിങ്ങളെ സ്വീകരിച്ചവൻ കൈകടിക്കുന്ന ഒരു കാലമുണ്ട് മൗലവി. അത് അല്ലാഹുവിന്റെ കോടതിയിലാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പേരോടൊരു കാന്തപുരം ഉസ്താദ് വരും, ഈന ഉസ്താദ് വരും, സലഫത്തുൽ മുസ്ലിയാർ വരും, കന്യത്ത് ഉസ്താദ് വരും, ഈക്ക ഉസ്താദ് വരും, പാണക്കാട് തങ്ങൾ വരും, ബാഫത്തി തങ്ങൾ വരും, എല്ലാവരും വരും. അവിടെ നിങ്ങളാ തങ്ങന്മാരെ മുന്നിൽ, ആലിമീങ്ങളെ മുന്നിൽ പ്രതികളായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അഭിമാനം ചോദ്യം ചെയ്ത, മഖ്ദൂബിനെ ചോദ്യം ചെയ്ത നിങ്ങൾ അവിടെ വെച്ച് കൈകരിക്കുന്ന ഒരു സമയം വരും. മുജാഹിദേ ഇവിടെ വെച്ച് തന്നെ ചിന്തിച്ചോ, മാറിക്കോ, ആഖിറം രക്ഷപ്പെടുത്തിക്കോ. ഞാൻ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നല്ല കാര്യം പറയാനും മനസ്സിലാക്കുന്നതിനും കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ സിറാജുൽ നേർച്ച തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെയൊന്നും ടെലിഫോൺ തുറന്നിട്ട് തന്നെ ഇല്ല. ഞാൻ ഇത് കേട്ട് ക്ലിപ്പുണ്ടാക്കുകയും കിതാബ് വായിക്കുകയും ചെയ്യുന്ന തിരക്കായതുകൊണ്ട് അതിനിടയിലും നേർച്ച പൈസ തന്നവരും കയ്യിൽ തന്നെ തരണമെന്ന് വിചാരിച്ചു, കയ്യിൽ തന്നെ തരികയാണെന്ന് പറഞ്ഞ് നമ്മുടെ നേതാക്കന്മാർ നേരത്തെ പലരും വന്നിരുന്നു. അതുപോലെ തന്നെ വയമാറ്റം വന്നിരുന്നു. അതുപോലെ പലരും വന്നിരുന്നു. അല്ലാഹുവേ അവർക്ക് എല്ലാവരും ആരൊക്കെ ഇവിടെ നേർച്ച ഒരു ഇട വന്നപ്പോ ഒരുപാട് ആളുകൾ നേർച്ച വന്നിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ആര് എവിടുത്ത് നേർച്ച ചെയ്തിട്ടുണ്ടോ, ആര് ഭാവന തന്നിട്ടുണ്ടോ, നിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, നിന്റെ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ, നിന്റെ ദീനിൽ പഠിപ്പിക്കുന്ന രാജ്യത്തിൽ സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാകാൻ, തീവ്രവാദമില്ലാതെ ഭീകരവാദമില്ലാതെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സിറാജുൽ ഹുദ ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ആര് സംഭാവന ചെയ്തോ, ആര് നേർച്ച ചെയ്തോ അവർക്കൊന്നും കൊടുക്കാൻ ഈ പാവപ്പെട്ട എന്റെ കയ്യിലൊന്നുമില്ല, എനിക്കൊന്നിനും സാധ്യവുമല്ല. റബ്ബേ
അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനേ. ഈ സദസ്സിൽ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്ന തങ്ങളുടെ ജിദ്ദയിലെ, അതേ സൗദി അറേബ്യയിലെ നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അതുപോലെ സദസ്സിലുണ്ട് വലിയ ഒരുപാട് പ്രവർത്തകന്മാർ അറേബ്യൻ ഗൾഫിലുള്ള ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും അതുപോലെ യുഎഇയിലും അങ്ങനെ തുടങ്ങി അതാ പല സ്ഥലങ്ങളിലുമുള്ള സൗദിയുടെ നിരവധി ഭാഗങ്ങളിലുള്ള എത്രയോ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവേ നിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്തവർ സഹകരിക്കുന്നവരാണ്. ബോംബെയിലും മദ്രാസിലും ബാംഗ്ലൂരിലും അതേ മംഗലാപുരത്തിലും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ആയിരക്കണക്കിന് മോമിനീങ്ങളുണ്ട്. കേരളത്തിലുള്ളവരുണ്ട്, കർണാടക, തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലുമൊക്കെയുള്ള മക്കൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, അതിനോട് സഹകരിക്കുന്നവരുണ്ട്. റബ്ബേ ആരൊക്കെ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ചോ അവരെ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റഹ്മാനേ. മുസ്ലിം ഉമ്മത്തിനെ പഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന യഹൂദികൾ അവരവരുടെ ദീന് നശിപ്പിക്കാൻ വേണ്ടി നിന്റെ ഹബീബായ നബിയുടെ തങ്ങന്മാരെ നിസാരപ്പെടുത്തി, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തി, ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞ് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു നിന്റെ ദീന് തകർക്കാൻ കക്ഷികളെ രംഗത്ത് വന്നപ്പോ ഓ അബ്ബേ നിന്റെ മഹാന്മാരായ ഇമാമുകളെ കിതാബ് കയ്യിൽ പിടിച്ച് അവര് പഠിപ്പിച്ച ദീൻ നിന്റെ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ അവർ പഠിപ്പിച്ച ദീൻ അത് ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹ് ഇത് ഞങ്ങളുടെ ചെറിയ ഒരു അമലാണ്, അത് നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ.